ഇന്ത്യൻ സിനിമയിലെ തീരാനഷ്ടം പ്രദീപ് റാവത്ത് ക്യാൻസർ മൂലം ഈ അടുത്ത ദിവസമാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. ബോംബെയിലെ കോകില ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക്, ഇങ്ങനെ ഹിന്ദി, ഇങ്ങനെ നൂറ് കഥാപാത്രങ്ങൾ, എല്ലാം വില്ലൻ വേഷങ്ങൾ. 1980-ലാണ് തുടക്കം. TV സീരിയലിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മഹാഭാരതം അശ്വത്ഥാത്മാവ് എന്ന് പറഞ്ഞ കഥാപാത്രം ഗംഭീരമാക്കിക്കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിക്കൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് രാജ, വീരം, ലഗാൻ, പിന്നെ മലയാളത്തിൽ പാതിരാമണൽ, ചൈന ഗേറ്റ്, കസിൻസ്, ഗജനി, അതുപോലെ തന്നെ തമിഴിൽ ഇവിടെ ജില്ല ഒരു ഗംഭീര വേഷമായിരുന്നു. വിജയുടെ കൂടെ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു. ഒരു സാധു മനുഷ്യനാണ്, ആരോടും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങില്ല. അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് 100 കണക്കിന് യൂട്യൂബേഴ്സും ദൃശ്യമാധ്യമങ്ങളാണ് ഒഴുകിയെത്തിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല മകൻ എല്ലാവരെയും കൈകൂപ്പി നിന്ന് അങ്ങോട്ട് വരവേൽക്കുന്ന കണ്ടാലേ നമുക്ക് സങ്കടം തോന്നും. കേരളത്തിലൊരു മരണം ഉണ്ടായി, സലീം കുമാറിൻ്റെ. അദ്ദേഹത്തെ മരണത്തിൻ്റെ ആൾക്കാരും യൂട്യൂബേഴ്സും ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ ചന്തു എന്താ കാണിച്ചേ? അലറിക്കാരൻ എന്താക്കി എല്ലാവരും ഓടിക്കുന്ന രീതിയിൽ. പക്ഷേ റാവത്തറിൻ്റെ മകൻ അതൊന്നും ചെയ്തില്ല. അദ്ദേഹം അച്ഛനെ കാണാൻ വരുന്നവരെ ബഹുമാനിച്ച് ആദരിച്ച് വരവേൽക്കണം. പക്ഷെ അവിടെ നല്ല ഒരു മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം യൂട്യൂബേഴ്സിനെല്ലാം നിന്ന് ഇഷ്ടംപോലെ വീഡിയോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു കൗണ്ടർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾക്ക് വേറെ. അതുപോലെ അത്രയും വളരെ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടിയാണ് അവിടെ ഈ എല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പോൾ എല്ലാവർക്കും ഭംഗിയായി വന്ന് കാണാൻ പറ്റി. ഒരുപാട് സെലിബ്രിറ്റികൾ ചെന്നിട്ടുണ്ടായിരുന്നു. ആ സെലിബ്രിറ്റികൾക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. അത് വലിയ തിക്കും തിരക്കുണ്ടായില്ല, ബഹളുണ്ടായില്ല. തമിഴിൽ ഇതുപോലെ തന്നെ ഭാഗ്യരാജ് മരിച്ചിട്ട് എന്താണെന്ന ബഹളം, ഓരോരുത്തർ കിടന്ന് അലർന്ന് കണ്ടില്ലേ? ഇതൊന്നല്ല. നമ്മൾ സെലിബ്രിറ്റി മരിക്കുമ്പോൾ അവർ നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്താണ്, ജനങ്ങളുടെ സ്വന്തമാണ് അവർ. അപ്പോൾ അവർക്ക് കാണാനുള്ളൊരു അവസരമാണത്. അവർ നാളെ മണ്ണിയെ കൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ആ ശരീരം കാണാൻ പറ്റുമോ? അവസാനം ഒരു നോക്ക് കാണാനായിട്ട് ഓടി എത്തുന്നത് എന്താണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർ ജീവിച്ചിരുന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു, കുറേ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചു. അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഓടിയെത്തുന്നത്. അല്ലാണ്ട് ഒരു സാധാരണക്കാരൻ മരിച്ചാൽ അടുത്തുള്ളവർ പോലും ഇപ്പോൾ വരില്ല. അങ്ങനത്തെ കാലഘട്ടം. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ആ മരിച്ച ഒരു വ്യക്തിയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. അത് കാണുമ്പോൾ ആ കുടുംബക്കാർ സന്തോഷിക്കുക വേണ്ടേ? നാളെ നിങ്ങളുടെ ഈ മുറ്റത്ത് ഈ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണം ആദ്യം തന്നെ. പിന്നെ ഒരു സെലിബ്രിറ്റി മരിച്ചാൽ അവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുള്ളത് അതിൻ്റെ ചുമതല നോക്കുന്നവർ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ വരുന്നവർക്കുള്ള എല്ലാ രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവർക്ക് ശരീരം കാണാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നാളെ കാണാൻ പറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ കാണാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ചന്തു ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഒരിക്കലും എന്തൊക്കെ തിക്കും തിരക്കും ബഹളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കിടന്ന് അലറാൻ പാടില്ല. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അപമാനിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ റാവത്തറിൻ്റെ ഈ മരണം അവിടെ വരുന്ന ആൾക്കാരും അവിടുത്തെ ജനങ്ങളെയും കണ്ടപ്പോൾ നമ്മൾ അതിശയിച്ച് പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വലിയൊരു കലാകാരനാണ് റാവത്തർ. ഗംഭീര കലാകാരൻ പറഞ്ഞാൽ എല്ലാ ഭാഷകളിലും അഭിനയിച്ച് എല്ലാവരും ഒരു ഇന്ത്യൻ നടൻ തന്നെ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിര്യാണം, അദ്ദേഹം മരിച്ചത് ഈ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു തീരാനഷ്ടം തന്നെയാണ്. അതിൽ നമുക്ക് ദുഃഖത്തിൽ പങ്കുചേരാം. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു വീഡിയോ കാണാം. അതുപോലെ തന്നെ അവിടെ വന്ന അന്ന് കുറേ സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നൊരു വീഡിയോ കാണാം.
1.5 महीने पहले उन्हें कुछ हिकअप्स जैसा चालू हो गया था. सो लाइक ही यूज्ड टू कॉन्स्टेंटली हैव दीज हिकअप्स एवरी डे. अभी हिकअप्स जैसी चीज़ किसको लगेगा कि कैंसर है. तो हमने थोड़ी दवाइयाँ दी एंड देन एज द टाइम वेंट बाय वो और सीरियस होते गया. देन एक डॉक्टर को भी घर पे बुलाया. देन ही सेड कि इट माइट बी अ स्टमक इन्फेक्शन और समथिंग. तो उसके लिए बहुत सारा दिया मेडिसिन. नन ऑफ दैट वर्कड. तो एक दिन तो मेरा एक्चुअली एक्टिंग वर्कशॉप चल रहा था तभी, तो आई वॉज बिजी विद दैट. माई मॉम कॉल्स मी, शी लाइक बहुत ख़राब हो गई सिचुएशन. वो एक डॉक्टर के पास गए जो हमारे फ्रेंड है. उन्होंने ब्लड रिपोर्ट कराया तो वाइट ब्लड सेल काउंट बहुत ज़्यादा है.